ഇവർക്ക് കിട്ടിയ പോരട്ടെ പോരട്ടെ, ചിക്കനും മട്ടനും തന്തൂരി എല്ലാം പോരട്ടെ. ഇവിടെ വൈ. ഇതെന്താ? എന്താണ് അയാളോട് ചൂടാവണ്ട, ഞാൻ പറഞ്ഞുതരാം സാർ. ഇത് വാഴപ്പിണ്ടി, ഇത് വാഴക്കൂമ്പ്, ഇതൊക്കെയാണ് ആയുർവേദ പാക്കേജിലെ ഡിഷസ്. സാറിന് ജ്യൂസ് കൊടുത്തില്ലേ? ജ്യൂസാ? അയ്യോ, എനിക്ക് ജ്യൂസ് വേണ്ട പെങ്ങളെ. കഴിക്കൂ സാർ. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ വാഴപ്പിണ്ടിയും ഈ വാഴക്കൂമ്പും തന്നെ പറ്റിക്കാണ പരിപാടി? ഇതെല്ലാം ആയുർവേദ പാക്കേജിന്റെ ഭാഗമാണ് സാർ. സാർ ഇനി എന്തെല്ലാം കഴിക്കാൻ കിടക്കുന്നു. എന്റെ ദൈവമേ, 2 ലക്ഷം രൂപക്ക് എന്തോരം ഇറച്ചിയും പൊറോട്ടം തിന്നായിരുന്നു. ദേ കിടക്കണ അത്തപ്പൂക്കളം. എന്തായി, വല്ലതും നടക്കോ? എന്തു പറയാനാ ചേട്ടാ, കിടപ്പാടം പോകുമെന്നുള്ളത് ഏകദേശം തീരുമാനമായി. എനിക്കാണെങ്കിൽ വിശന്നിട്ടും പറഞ്ഞ, ഇവരാണെങ്കിൽ എനിക്കൊന്നും തന്നൂല. അത് നിവന്മാര് കൊണ്ടുവരുന്നത് കഴിക്കാൻ കാത്തു നിൽക്കുമ്പോഴല്ലേ പ്രശ്നം. പിന്നെ എനിക്ക് അടുക്കളോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? ഇവിടെ താമസിക്കുന്ന ആർക്കും എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഒരുത്തരം ചോദിക്കാൻ പറ്റില്ല. ചെല്ലേ, അങ്ങനെയെങ്കിലും കാശ് മുതലാക്കാൻ നോക്ക്. ആണോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരണ്ടേ, മനുഷ്യന്റെ വിശപ്പും കിട്ടുപോയി. എന്നാലും കുഴപ്പമില്ല. മുന്തിരി തന്നെ തുടങ്ങാം. ആപ്പിള് ഇരിക്കട്ടെ, പിന്നെ കഴിക്കാം. പഴം മതി. പിന്നെ ഒതളങ്ങ അല്ല, മത്തങ്ങ അല്ല, വേണ്ട. പച്ചവെള്ളം, മൈദ ഇല്ല, ഐസ്ക്രീം കൊള്ളാം. ഉപ്പ് പുളി, ഇതെന്ത്? ഒതളങ്ങ ജ്യൂസ്. അവന്റെ ഒരു വാഴപ്പിണ്ടിയും വാഴക്കൊലയും എന്റെ അടുത്ത കളി. തുളുമ്പി പോകും. അയ്യോ, എന്നെ വിടാ. ഞാനുള്ള സമയം കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കട്ടെ. ധൃതി പിടിക്കാതെ സാറേ, നീ ചവിട്ട് കൂടി ബാക്കിയുണ്ട്. ഇനി ചവിട്ടാ? എന്റെ ഫെഡലി, 2 ലക്ഷം രൂപ തന്നിട്ട് നിന്റെയൊക്കെ ചവിട്ട് കൊല്ലാനും പാവക്ക ജ്യൂസ് കുടിക്കാനും അല്ലെന്ന് ഞാനിവിടെ വന്നത്. എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന്. അയ്യോ, ചവിട്ട് കഴിഞ്ഞാൽ വെട്ടാടാ. ഇന്ന് എനിക്ക് ചവിട്ടാൻ വേറെ ആളെ കിട്ടിയില്ല. ചവിട്ടാതെ ഞാൻ വിടില്ല സാറേ. അയ്യോ, ഞാനും പഴയ കളരിക്കാരാട്ടേടാ. വേണ്ട സാറേ, സാറിനെ ഇടയ്ക്ക് ഇറക്കി വിട്ടാ എന്റെ ജോലി പോകും. ഞങ്ങളുടെ GM ആനന്ദൻ സാറ് എല്ലാം ക്യാമറ കൂടി കണ്ടോണ്ടിരിക്കുക. അയ്യോ, ഏത് തെണ്ടിയാണ് അതൊക്കെ ക്യാമറ കണ്ട് സൂക്ഷിക്കണത്? എന്റെ കാശും പോയി, എന്റെ വീടും പോയി, എന്റെ മദാമയും പോയി. ഇനി ഇവിടെ നിന്നാ എന്റെ മാനവും കൂടി പോകും. ചവിട്ട്. എന്റെ എല്ലാം ക്യാമറ പകർത്തി നാളെ തൊട്ട് ബ്ലൂടൂത്തിൽ വരും. എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടാവോ? 4 വഴി ക്യാമറ അല്ല, പ്രാവും കൂടാ. ഇതിലേക്കൂടി പോകാം. എന്റെ ദൈവമേ, ഈ വഴി പോകാം. ഇനി ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കും. അയ്യോ അമ്മേ, തല. നടന്ന് 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 അവൻ അവസാനം മദാമയെ ഒപ്പിച്ചു. അത്താഴ പട്ടിണിക്കാരനെ ഫുഡ് ഫെസ്റ്റിവലിലേക്ക് കയറ്റി വിട്ടതുപോലായി. മദാമയുടെ കാര്യം പോക്കാം. അയ്യോ, വീട്ടിൽ നിന്നല്ല. പറമോളെ, വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേട്ടാ, ഇത് രഞ്ജുവാ ചേട്ടാ. പേരൊക്കെ അവനറിയാം. എടാ, ഇത് ഞാനാ നിന്റെ ചേച്ചി. ചേട്ടാ, ഇത് ദിവ്യമാളാ. നീ അങ്ങോട്ട് കൊടുക്ക്. എങ്ങനെയുണ്ട് ചേട്ടാ റിസോർട്ടിലെ താമസമൊക്കെ? ഇവിടെ ഭയങ്കര സുഖമല്ലേ. ചവിട്ട് കഴിഞ്ഞ് ചേട്ടനിപ്പോ വന്നതേ ഉള്ളൂ. പിന്നെ അവന്മാര് ക്യാമറ പിടിക്കണേക്കുമ്പോ ചേട്ടൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. ചേട്ടൻ കാര്യം പറ. മദാമെ കിട്ടിയോ? കിട്ടി. ഇല്ല, മാതാമയെ കിട്ടി. മദാമയെ കിട്ടിന്ന്. ഞങ്ങളുടെ ഇടത്തമ്മയായി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന മദാമ ആരാ ചേട്ടാ? 2 പേരുണ്ട്. 2 പേർക്ക് എന്നെ വല്ലാണ്ട് പിടിച്ച മട്ട. ജർമ്മനിലെ കൊടും തണുപ്പിൽ ജനിച്ച അവർക്ക് എന്റെ ഹോട്ട് സ്കിൻ കണ്ടപ്പോൾ വേർപിരിയാൻ പറ്റാണ്ടായി. രണ്ടാമത്തെ ഇറ്റലിയാണ്. ജറ്റിലല്ല, ഇറ്റലിയിലെ മൊരടൻ സാഹിബിനെ കണ്ടു വളർന്ന അവർക്ക് എന്റെ തമാശ കേട്ട് വീണുപോയി. ഞാനാണെങ്കി കുട്ടൂസിന്റെ, മായാവിയുടെ, മെച്ചവന്റെ ഒക്കെ കഥ പറഞ്ഞ് ചിരിപ്പിച്ച് പിന്നെ മക്കളെ, ജർമ്മനി വേണോ ഇറ്റലി വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ ഏട്ടൻ. അതായത് ഞാൻ
സമയം കളയാതെ വേഗം ഒന്നിനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കണം. അച്ഛാ, നമ്മള് രക്ഷപ്പെട്ടച്ചാ. ഏട്ടനൊരു മദാമയെ പാട്ടിലാക്കി. അച്ഛനൊരു മദാമയുടെ അമ്മായച്ചനാവാൻ പോവുകയാ. എനിക്കറിയാമടി, അവൻ മിടുക്കനാ. അവന് എന്റെ മോനാ. അത് ശരി, കാര്യം നടന്നു നായപ്പോ നിങ്ങളുടെ മോനായി അല്ലേ? നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ വേഗം മദാമയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പപ്പുവും മദാമയും ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിക്കൂ, കൈയടിക്കൂ. മദാമയെ കിട്ടി. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന നമ്മുടെ സ്വന്തം പപ്പു നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക് ആവേശമായി നമ്മുടെ പപ്പു മാറിയിരിക്കുന്നു. എവിടെ എന്റെ ഫോറിനകത്ത്? അയ്യോ, മദാമയ്ക്ക് ഒരു ഇന്ത്യൻ ലുക്ക്. അച്ഛാ, അമ്മേ. തള്ളേത് മദാമയൊന്നുമല്ല, അവൻ എവിടുന്ന് പഠിച്ചോട്ടുന്ന പെണ്ണ്. പറയടാ, ആരാ ഇവൾ? അച്ഛാ, ഞാൻ എടാ മഹാഭാവി, ഇവിടെ ഉള്ളവർക്ക് എന്നെ ജീവിക്കാൻ ഗതിയില്ലാതിരിക്കുമ്പോഴാ അവനൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടെ ഇപ്പൊ ബാങ്കുകാർ കൊണ്ടുപോകും. ഇവളെ കൊണ്ട് കടത്തിനെ പോയി കിടക്കാം. ഇറങ്ങിക്കോണം ഇവിടുന്ന്. എനിക്കിനി നിന്നെ കാണണ്ട. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ക്ഷമിക്കണോ അച്ഛാ, അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. കുടുംബം പണയം വെച്ച് റിസോർട്ടിലെത്തി എനിക്ക് മദാമയെ കിട്ടാതായപ്പോ അവസാന ദിവസമാ ഞാൻ ഇവളെ രജിസ്റ്റർ വിവാഹം ചെയ്തത്. ഇവളുടെ വീട്ടിൽ നിന്നെങ്കിലും പണം വാങ്ങി നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ കല്യാണം കഴിക്കാനുള്ള മോഹം കൊണ്ടല്ല അച്ഛാ. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിക്കാൻ ഞാൻ ഒത്തിരി വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ടു പോകുമെന്ന് വന്നപ്പോ ഇങ്ങനൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നു. എന്നെ വെറുക്കരുത്. വേറെ നിവൃത്തില്ലാത്തോണ്ടാ വലിയ നിലയിൽ കഴിയേണ്ട നിന്നോട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്ക് ബാങ്കുകാർ ചെക്ക് ചെയ്യാൻ പോകുന്ന വീടെങ്കിലും ഉണ്ട്. റിസോർട്ടിലെത്തുന്ന ഏതെങ്കിലും ഒരു പണക്കാരനെ വിവാഹം ചെയ്ത് നല്ലൊരു ചെയ്ത സ്വപ്നം കണ്ട് എനിക്ക് അതുപോലെ ഇല്ലല്ലോ ചേട്ടാ. അയ്യോ, എവിടെ ഒന്ന് മുട്ടി നോക്കണം. ഫോട്ടോ എവിടെ? ഫോട്ടോ എടുത്തില്ല, ഒള്ളി വാച്ചിങ്. അതല്ല, താൻ എന്ന ഹൗസ് ബോട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഇല്ലേ, അതിന്റെ പ്രിന്റ് എനിക്ക് ഇപ്പൊ വേണം. മാഡം, അത് പിന്നെ ഈ ഫോട്ടോ പ്രിന്റ്. എന്താടോ, പ്രിന്റ് കിട്ടിയില്ലേ? പ്രിന്റ് കിട്ടി, പക്ഷേ താനെന്ന് ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നതാണല്ലോ. എന്നിട്ട് പ്രിന്റ് എവിടെ? ഇറ്റലിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാ. പ്രിന്റ് കുഴപ്പമാവോ എന്തോ. എന്താണോ ഇത്? ഒരാൾക്ക് 4 തലയോ? ഷെയ്ക്കല്ല, മുല്ലാക്ക. ശരിയാക്കണം. കൊറേ നാളെ നീ നമ്മളെ കിടത്ത് കൊടുത്തല്ലേ, ഇനി എന്റെ കാലൊന്ന് തടവിത്ത. മസാജ് മസാജ്. ഓ മസാജ്. ഒറ്റ ഏരിയ വെച്ചിരും. ഇങ്ങനെയാ പിടിക്കുന്നത്. സ്ലോവില്. Excuse me, master. How many music students you have? ഒരുപാട് തോന്നൽ. ഒരുപാട് ഗായകര് എന്റെ ശിഷ്യരാണ്. അറിയോ? കെ ജെ യേശുദാസ് മൈ ശിഷ്യൻ. ഒരു പത്മശ്രീ, എനിക്ക് 3 പത്മശ്രീ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട്. പിന്നെ എ റഹ്മാൻ. Oscar winner? ഓ, കാറുണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് You got Oscar? ഓ, എനിക്ക് കാർ ഇഷ്ടമല്ല. എനിക്ക് സൈക്കിൾ, പൂവാർ ചന്ത. ഈ സൈക്കിളിന്റെ ലോഡെടുപ്പ്, മീന് ആറ്റ പണ്ട്. ഓക്കെ. You know Russell Pukuti? പൂക്കുറ്റി? Yes, right, Pukuti. അങ്ങനെ പറയില്ലേ. ഇപ്പൊ 2 കൂടെ അടിച്ചാൽ ഞാൻ പൂക്കുറ്റിയായിട്ട് പോകും. Oh, nice. Please, master, can I start lessons? Practice music lessons, please. ഇപ്പഴാ? Yes. ഇപ്പഴ്? Yeah. നീ പോയിട്ട് ഇതുപോലത്തെ 3 എണ്ണം കൂടെ എടുത്തോട്ട് വാ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പോരാ. പോകാരാ. Okay, master. I'll get it. ഒരു സാധനവും ഇല്ല അവൻ. ഇനി പ്രാക്ടീസ് ഒന്ന്.
പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പേർ പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ഇറ്റാലിയൻ സായിപ്പ്. വളരെ പ്രശസ്തനായ ഒരു ഗായകനായി കഴിഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. ഞാൻ പഠിപ്പിച്ച് എന്നിൽ നിന്നും പകർന്നു കൊടുത്ത ആ മനോഹര ഗാനം കേൾക്കുവാനും നമ്മളെ എല്ലാവരെയും സംഗീതത്തിന്റെ ലഹരിയിലേക്ക് 6 അടിക്കുവാനും, ഇല്ലെങ്കിൽ 7 അടിക്കുവാനും, ഇല്ലെങ്കിൽ 8 അടിക്കുവാനും, 6 അടിക്കുവാനും, നമ്മളെ ആനന്ദ ലഹരിയിലേക്ക് എത്തിക്കുവാൻ ഈ ഇറ്റാലിയൻ സായിപ്പിന് ഗാനം ആലപിക്കുവാൻ അദ്ദേഹത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ലാപ്പ്. ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറയുക, എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു ചിനുങ്ങാതെ ഒന്നു കൂടെ പോരു ചെല്ല. എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു പിണങ്ങാതെ കൂടെ ഇനി മുങ്ങ. മാസ്റ്റർ, ഹായ് അന്നാലിസ. ഹായ് ഹായ്. ഹായ്. വാട്ട് പ്രോബ്ലം? She couldn't cheat with me. ശ്രീകുട്ടൻ ലവ് ആക്ടിംഗ് മൈ ഐഡിയ. You? Your idea? അന്നാലിസ, ഡോണ്ട് വറി. ശ്രീകുട്ടൻ ഗോ. ഐ ആം ദേർ. നോ, ഇൻ കേരള ഒരുപാട് ഹാൻസം ബോയ്സ്. ഐ ആം ദേർ. ഐ സ്റ്റോറിങ് ലോട്ട് ഓഫ് ലവ്. ഞാൻ ഉണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. I hate you.